ആർ വി ബാബു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആർ വി ബാബു, ഈ ധർമ്മസ്ഥലയിലെ കള്ളങ്ങൾ അത് പൊളിഞ്ഞു വീഴുകയാണ്. ആരോപണം ഉന്നയിച്ച ശുചീകരണ തൊഴിലാളിയെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഗൂഢാലോചനയുണ്ട് എന്ന് അന്ന് തന്നെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകളിലൊക്കെ നമ്മൾ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഈ കേരളത്തിലെ ചില മാധ്യമങ്ങളാണ് ഈ വിഷയത്തെ ഇത്രയും വിവാദമാക്കി തീർക്കുകയും ഈ രീതിയിൽ നശിക്കുകയും ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇല്ല. ആ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് ഒരു മതതീവ്രവാദ ബാക്ക്ഗ്രൗണ്ടുള്ള മാധ്യമങ്ങൾ, ആ മതതീവ്രവാദ ശക്തികളുടെ അജണ്ട ഏറ്റുപിടിക്കുന്ന നമ്മുടെ കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ, ഇവരെല്ലാം കൂടി ചേർന്നാണ് ഈ ധർമ്മസ്ഥലത്തെ വഷളാക്കിയത്. ഈ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആർക്കും മനസ്സിലാവും. ഈ നൂറുകണക്കിന് മൃതദേഹങ്ങളൊക്കെ കുഴിച്ചിടുക, ആരും അറിയാതെ കുഴിച്ചിടുക, അത് അന്വേഷണത്തിന് വിധേയമാകാതിരിക്കുക, അതിന്റെ രക്ഷകർത്താക്കൾ രംഗത്ത് വരാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. നൂറുകണക്കിന് ആളുകളെ കാണാനില്ല, നൂറുകണക്കിന് ആൾക്കാരെ കുഴിച്ചിട്ടു, അതും 10 വർഷത്തിനുള്ളിലോ 15 വർഷത്തിനുള്ളിലോ ഇത്തരത്തില് നൂറുകണക്കിന് പെൺകുട്ടികളെ കുഴിച്ചിട്ടു എന്ന് പറയുക. ഇതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങി അത് ചർച്ചയാക്കുന്ന ഇത്തരം കേരളത്തിലെ മാധ്യമങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പുച്ഛം തോന്നും, പരമപുച്ഛം. ഈ മാധ്യമങ്ങളിലൂടെ വന്ന് 8 മണിക്കും 7 മണിക്കും ചർച്ച നടത്തി ഈ വെർബൽ ഡയറി നടത്തുന്ന കുറെ അവതാരകന്മാര് അവര് നടത്തിയിട്ടുള്ള ചില ചർച്ചകളുണ്ട് ഈ വിഷയത്തിലൊക്കെ. അതിനകത്ത് ഒന്നാണെന്നുണ്ടെങ്കിൽ മതതീവ്രവാദികളുടെ ചാനലാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. അവരൊക്കെ കൂടിയാണ് അവിടെ ധർമ്മസ്ഥലം എന്ന് കേൾക്കുമ്പോഴേക്കും അതൊരു ഹിന്ദു ക്ഷേത്രമാണ്, അതിനോട് ചേർന്നിട്ട് ആ ക്ഷേത്രത്തെ അപമാനിക്കാം, അവഹേളിക്കാം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഹിന്ദു സമൂഹത്തെ അവഹേളിക്കാം, ഇതുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ ചിന്തിച്ച് ഇതിനെ ആ രീതിയിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പം മാപ്പ് പറയേണ്ടത്. അവരാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചത്. ഇനിയും ഈ പരിപാടി അവർ നിർത്തുക. ഇതുപോലെയുള്ള വ്യാജ നരേറ്റീവുകളായിട്ട് വരുന്ന സമയത്ത് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ കാര്യങ്ങളുടെ വസ്തുത എന്താണെന്ന് ബോധ്യപ്പെട്ട് അതിന്റെ പിന്നിൽ സാമാന്യ യുക്തിയും സാമാന്യ ബുദ്ധിയും അത് നമ്മളൊന്ന് അപ്ലൈ ചെയ്യണ്ടേ. ഇത് നടക്കുന്ന കാര്യമാണോ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഈ പറയുന്ന ധർമ്മസ്ഥലം എന്താ വെള്ളരിക്കപ്പെട്ടണോ? അതൊന്നും ഇന്ത്യയിലുള്ള സ്ഥലമല്ലേ? അവിടെ ഭരിക്കുന്ന സർക്കാരൊക്കെ ഇതൊക്കെ മുഴുവൻ കണ്ണടച്ചു പോയോ? ഇവിടെ ധർമ്മസ്ഥലം ആയതുകൊണ്ടല്ലേ ഈ ചർച്ച ചെയ്യുന്നത്. 974 പേര് കൊല്ലപ്പെട്ടല്ലോ നമ്മുടെ ഈ പുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തില്. അതിനെക്കുറിച്ച് അന്വേഷണം വന്നല്ലോ. ആ അന്വേഷണം മുഴുവൻ സുപ്രീം കോടതി പോയി തെളിയിച്ച് കേരള സർക്കാരിന്റെ ഒത്താശയോടുകൂടി അത് മരവിപ്പിച്ചു കളഞ്ഞല്ലോ. അതിനെക്കുറിച്ചൊന്നും ഒരാൾക്കൊരു ചർച്ചയും നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ലല്ലോ. ഇതൊക്കെ ആസൂത്രിതമായി ഹിന്ദു ക്ഷേത്രമാണ്, അതിനെ എങ്ങനെ അപകീർത്തിപ്പെടുത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് നടത്തുന്ന ആസൂത്രിത പ്രചരണമാണ്. ആ പ്രചരണത്തിന്റെ മോനെ ഒടിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ പ്രചരണം നടത്തിയവര് സമൂഹത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടത്, മര്യാദയുണ്ടെങ്കിൽ. ശരി, അറിവാവു, വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ധർമ്മസ്ഥലയിലെ കള്ളങ്ങൾ അത് പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ആരോപണം ഉന്നയിച്ച ശുചീകരണ തൊഴിലാളിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്.